ഇതാണ് ഞാൻ അനഘാജിത്ത്. ഇന്നത്തെ വീഡിയോ ഡാസ്ലർ കോസ്മെറ്റിക്സ് നമുക്ക് സെൻഡ് ചെയ്ത ഗിഫ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനാണ്. അപ്പം ഞാൻ സംസാരിക്കുന്നതിൽ കുറച്ച് നിങ്ങൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാം. ഞാൻ കംഫർട്ട് അല്ല, കാരണം ഞാൻ കമ്പി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതാണ് അവർ സെൻഡ് ചെയ്ത ബോക്സ്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അൺബോക്സ് ചെയ്യാം. ഒരു ബോക്സ് ഉണ്ട്, പിന്നെ ഇതില്ല. ഈ ബോക്സ് കളയാം. ഈ ബോക്സ് ഓപ്പൺ ആക്കാം. ഇത് കട്ട് ചെയ്യുവാണ്. കാണിക്കാം. കൂപ്പൺ കോഡാണ്. നമ്മൾ 700 റുപ്പീസിന് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ സ്റ്റിക്കേഴ്സ് ആണ്. ബബിൾ റാപ്പിലാണ് വന്നേക്കുന്നത്. നാല് ലിപ്സ്റ്റിക് ഉണ്ട്. ഫസ്റ്റത്തെ ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇപ്പം. അടുത്ത DL029 ആണ്. ഡാസ്ലറിൻ്റെ 025 അതെൻ്റെ കയ്യിലുണ്ട്. ഇത് നല്ല ഷെയ്ഡാണ്. ഇത് ക്യാമറ നമുക്ക് വേറെ രീതിയിലായിരിക്കും കാണുന്നത്. പിന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു. നല്ല രസമുണ്ട് കാണാൻ. ലിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇത്രയും റെഡിഷ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇടാറില്ല. ഞാൻ കൂടുതലും ബ്രൗണിഷ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യാറ്. DLC029 DLC013 ആണ് ഇത്. ഇതെനിക്ക് ഏകദേശം ഒരു ഷെയ്ഡായിട്ടാണ് തോന്നിയത്. ഞാനതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പം എൻ്റെ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 29 ആണ്. ഇച്ചിരി കൂടി ഡാർക്കർ ഷെയ്ഡാണിത്. അതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് നോക്കുന്നില്ല. ഇത് ഏകദേശം ഇത് ഇച്ചിരി കൂടി ഡാർക്കർ ഷെയ്ഡ് അത്രയും. പിന്നെ നമുക്ക് ഒരു ഐലൈനർ ഉണ്ട്. 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സും. പിന്നെ നമുക്ക് ഒരു ഐലൈനറും ആണുള്ളത്. ഇത്രയാണ് നമുക്ക്. അപ്പോൾ ട്രൈ ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇത് DLC029 ആണ്. ഇത് DLC004 ആണ്. DLC004 ലിപ്പിലിടുമ്പോൾ ഈ ഷെയ്ഡാണ് കിട്ടുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് DLC003 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു. പക്ഷേ എനിക്കിത് വാഷ് ഔട്ടായി നിൽക്കുവാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഷെയ്ഡായിട്ട് മിക്സ് ചെയ്യുമ്പം എനിക്കിത് കറക്റ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. DLC029 13 ഒരേ ഷെയ്ഡാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫാന്ന് പറയുന്നു. ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ.